മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു സമസ്ത. ജനവിധിയെ അപഹസിക്കരുത് എന്നാണ് മുഖപത്രമായ സുപ്രഭാതത്തിലെ വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലി ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മയാണെന്നും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശാസ്യമല്ലെന്നുമാണ് വിമർശനം. പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നുണ്ട്. ഈ വാർത്തയുടെ കൂടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം. പ്രസാദ്, ഈ സമസ്തയും പ്രതിഷേധം അറിയിക്കുന്നു മുഖപത്രത്തിലൂടെ. സമസ്തയുടെ വിമർശനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജനവിധിയെ അപഹസിക്കരുത് എന്ന തലക്കെട്ടോടു കൂടിയാണ് മുഖപത്രത്തിന്റെ ഈ മുഖപ്രസംഗത്തിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം വിജയമായി അതിനെ കാണാൻ കഴിയില്ല. എല്ലാ വിഭാഗം ആളുകളും വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കാലതാമസം കൂടാതെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കണമെന്നും ആരും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത്രത്തോളം നീണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു ആ വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട കാതൽ. മറ്റൊന്ന്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് പരിഹരിക്കാൻ കഴിയാത്തത്? അത് അവരുടെ കഴിവുകേടായി തന്നെ അതിനെ കാണാൻ കഴിയൂ എന്നുള്ളതാണ്. ഇത്രയും സമ്മർദ്ദങ്ങളും എല്ലാം മറികടക്കാൻ എന്തുകൊണ്ട് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും വലിയൊരു വിജയമുണ്ടായിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നു? അതൊരു വലിയ തോതിൽ ജനങ്ങളെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലാണ് സുപ്രഭാതത്തിന്റെ വിമർശനം. ശരി ശരി പ്രസാദ്, ശരി. നമ്മുടെ